മർത്യജന്മങ്ങൾക്ക് മോക്ഷം നൽകുവാൻ അവതരിച്ച ഒരു മഹത് പുരുഷനാണ് ഭഗവാൻ ബ്രഹ്മശ്രീ ശിവാനന്ദ ഗുരുദേവൻ. ഗുരുദേവ തിരുവടികളാൽ സ്ഥാപിതമായ ആശ്രമങ്ങളിലൂടെയും പുണ്യസങ്കേതങ്ങളിലൂടെയും ഞങ്ങൾ കടന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കടന്നെത്തിയിരിക്കുന്നത് അമ്പലപ്പാറ തപോഗിരിയിലാണ്. ഈശ്വരനേകസ്വരൂപനായി ഏകാന്ത ചിന്തയിൽ വാണിരുന്നു. ബാലഗോപാലന്റെ ലീലയെന്നു കാണുവാൻ ഭൂമിയിലാരുമില്ല. ഓരോരോ ലീല തുടർന്നിടുവാൻ മായയെ ഭൂഷണമായി ധരിച്ചു. ഈശ്വരനേകസ്വരൂപനായി ഏകാന്ത ചിന്തയിൽ വാണിരുന്നു. ആത്മബോധോദയ സംഘസ്ഥാപകനും പരമാചാര്യനും കലിയുഗ ഘട്കാവതാരവുമായ ഭഗവാൻ ബ്രഹ്മശ്രീ ശിവാനന്ദ ഗുരുദേവ തിരുപ്പടികളുടെ തപസ്സിനാൽ പരിപാവനമായ അമ്പലപ്പാറ തപോഗിരിയിലേക്ക് ഏവർക്കും സ്വാഗതം. മായാവിയാകുന്ന തൻ്റെ വാഴ്ച താനല്ലാതാരുമറിഞ്ഞതില്ല. മായാവിയാകുന്ന തൻ്റെ വാഴ്ച താനല്ലാതാരുമറിഞ്ഞതില്ല. തന്നെ അറിഞ്ഞൊരറിവിൽ നിന്നും ആത്മാക്കളാകെ ഉളവായി വന്നു. ഉത്ഭവിച്ചാത്മാക്കളാ സകലം മർത്യജന്മം ധരിച്ചിദ്ധരയിൽ. ഈശ്വരനേകസ്വരൂപനായി ഏകാന്ത ചിന്തയിൽ വാണിരുന്നു. ലോകത്തിൽ വാഴും കാലം മർത്യശരീരമിതാവശ്യം. ഭഗവാൻ ബ്രഹ്മശ്രീ ശിവാനന്ദ ഗുരുദേവ തിരുപ്പടികളാൽ സ്ഥാപിതമായ ആത്മബോധോദയ സംഘത്തിൻ്റെ കേന്ദ്ര സ്ഥാപനമായ കൊറ്റാർകാവ് ശ്രീ ശിവാനന്ദാശ്രമത്തിൻ്റെ കീഴിലാണ് ഭഗവാന്റെ പുണ്യ തപസ്സിനാൽ പരിപാവനമായ അമ്പലപ്പാറ തപോഗിരി എന്ന തീർത്ഥാടന കേന്ദ്രം. തപോഗിരിയുടെ ഉച്ചാസയിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ വിശാലമായ സമുദ്രം കണക്കെ ഒരു നീലത്താമരപ്പൊയ്കയും അതിന് നടുവിലായി വിരിഞ്ഞു നിൽക്കുന്ന താമര പുഷ്പമായും തപോഗിരി നമുക്ക് അനുഭവമാകുന്നു. പൂവിൻ്റെ മധ്യത്തിലുള്ള കൂമ്പ് തപോഗിരിയായും ചുറ്റുമുള്ള മലകൾ ഇതളുകൾ പോലെയും നമുക്ക് അനുഭവപ്പെടുന്നു. പ്രകൃതിയുടെ ഈ ദൃശ്യഭംഗി അതിമനോഹരം തന്നെ. പ്രഭാത സൂര്യൻ്റെയും അസ്തമന സൂര്യൻ്റെയും കിരണങ്ങൾ ശോഭയോടെ പ്രകാശിക്കുമ്പോൾ തപോഗിരി ഒരു വിസ്മയവും കണ്ണിന് കുളിർമയേകുന്നതുമായ കാഴ്ച തന്നെയാണ്. മാത്രമല്ല, ത്രിഗുണങ്ങളുടെ സംഗമം പോലെ മൂന്നാറുകൾ തപോഗിരിയെ ആലിംഗനം ചെയ്തൊഴുകുന്ന കാഴ്ച അതിമനോഹരം തന്നെ. ഭഗവാൻ അണ്ണൻതമ്പി മലമുകളിൽ തപസ്സിരുന്ന വേളയിൽ അശരീരി ഉണ്ടായി. പണ്ട് മാമുനിമാർ തപസ് അനുഷ്ഠിച്ച മലമുകളിലേക്ക് യാത്ര ചെയ്യുക. അണ്ണൻതമ്പി മല വിട്ടിറങ്ങിയ ഗുരുദേവൻ ചീന്തലാർ, ഒറ്റമരം, കുരിശുമല, മാടമ്പി ബംഗ്ലാവ് തുടങ്ങിയ സ്ഥലങ്ങളിലും ഘട്ടം ഘട്ടമായി തപസ്സിൽ മുഴുകി. തുടർന്ന് തപോഗിരിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്
അമ്പലപ്പാറ ഗിരിശൃംഗത്തിൽ ഒരു പുന്നമരച്ചുവട്ടിൽ കൊല്ലവർഷം 1888 വൃശ്ചികമാസം 7-ാം തീയതി വെള്ളിയാഴ്ച മുതൽ 2 വർഷം 11 മാസം 22 ദിവസം നീണ്ടു നിന്ന തൻ്റെ സമ്പൂർണ്ണ തപസ്സിൽ കഴിഞ്ഞുകൂടി. അശരീരിയും ദർശനവും വെളിപാടുണ്ടായി. ക്രേത ത്രേത ദാപുര കലിയുഗ മോക്ഷവ്യവസ്ഥ തന്നിൽ സ്വയം വെളിപ്പെട്ടു. അനന്തരം കലിയുഗ മോക്ഷ നാമസങ്കീർത്തന തത്വസംഹിതയുമായി ഗുരുദേവൻ 1090 വൃശ്ചികം 1 തപോവനം വിട്ട് മർത്യലോക രക്ഷയ്ക്കായി തൻ്റെ യാത്ര ആരംഭിച്ചു. ഗുരുദേവന്റെ 50ാമത് തിരുവയസ്സിൽ മാവേലിക്കര കേന്ദ്രമായി ആത്മബോധോദയ സംഘം 144/1107 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. ഗുരുദേവന്റെ തപസ്സുകൊണ്ട് പരിപാവനമായ പുണ്യ തപോഗിരിയിലേക്ക് ആയിരക്കണക്കിന് ഭക്തനിധികൾ ആശ്രയത്തോടുകൂടി കടന്നുവന്ന് അനുഗ്രഹം പ്രാപിച്ചു മടങ്ങിപ്പോകുന്നു. വൃശ്ചിക മാസത്തിലെ 1, 2, 3 തീയതികളിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ആയിരക്കണക്കിന് സന്താനങ്ങൾ തപോഗിരിയിലേക്ക് തീർത്ഥാടനവുമായി വന്ന് ഇരുമുടി കെട്ടുമേന്തി മല ചവിട്ടുന്നു. ഇപ്പോൾ തപോഗിരി സന്നിധാനത്തിലെ മുഖ്യ ആചാര്യനായ സൂക്ഷ്മാനന്ദജി സ്വാമികളാണ് നമ്മോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ളത്. സ്വാമിജിയാണ് ഇവിടുത്തെ നിത്യകർമ്മ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. സ്വാമിജിയോട് നമുക്ക് ഭഗവാന്റെ ചരിത്രങ്ങളും അതോടൊപ്പം തന്നെ തപോഗിരിയുടെ മഹാത്മ്യവും കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. സ്വാമിജി നമസ്കാരം. നമസ്കാരം. സ്വാമിജി, നമ്മളെ ഭഗവാൻ ഈ തപസ്സിലേക്ക് എത്തിച്ചേരാനുണ്ടായ കാരണം എന്തെന്ന് ഒന്ന് സ്വാമി വിശദീകരിക്കാമോ? ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ കലിയുഗത്തിലെ ജ്ഞാന കൽക്കിയാണ്. എന്തെന്നാൽ അവതാരം പൂർത്തീകരിച്ച് തിരുവവതാരമെടുത്ത മഹാത്മാവാണ് ഗുരുദേവൻ. ഗുരുദേവൻ്റെ ജന്മത്താൽ തന്നെ ദൈവീകമായിരിക്കുന്ന അവസ്ഥകൾ ഭഗവാനിൽ തെളിഞ്ഞു കണ്ടിരുന്നു. എന്നാൽ ഗുരുദേവൻ്റെ 7ാമത്തെ വയസ്സിലൊരു ദിവ്യദർശനമുണ്ടായി. ആ ദിവ്യദർശനം കലിയുഗത്തിൻ്റെ മോക്ഷത്തെ സ്ഥൂലപ്പെടുത്തുന്നു, ആത്മബോധത്തെ സ്ഥൂലപ്പെടുത്തുന്നു, ആത്മാക്കളുടെ ലോകജീവിത സുഖത്തെ സ്ഥൂലപ്പെടുത്തുന്നു. ഈ ദിവ്യദർശനം തന്നിൽ 3 ദിവസം നിലനിന്നു. ഈ ദിവ്യദർശനത്തിലുണ്ടായതായ തൻ്റെ അനുഭവം ഈ ആത്മലോകത്തിന് മോക്ഷം കൊടുക്കാനുള്ളതായിരുന്നു. അതിനാൽ താൻ തപസ്സിനായി വീട് വിട്ട് തൻ്റെ 12ാമത്തെ വയസ്സിൽ ഈ ഏലപ്പാറ അമ്പലപ്പാറ തപോഗിരി മലയിൽ വന്ന് താൻ തപസ്സനുഷ്ഠിച്ചു എന്നാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ആ അറിവാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കുട്ടമ്പേരൂർ കുലായ്ക്കൽ ജന്മമെടുത്ത ഗുരുദേവൻ തൻ്റെ ജീവിത കുട്ടിപ്രായത്തിൽ തന്നെ ദൈവിക സിദ്ധിയായിരുന്നു ഭഗവാനിൽ നിലനിന്നത്. ആ ദൈവിക സിദ്ധിയാണ് 7ാം വയസ്സിൽ തന്നിൽ സമ്പൂർണ്ണമായി കണ്ടത്. സമ്പൂർണ്ണമായി കണ്ട ആ ദൈവിക സിദ്ധി ആത്മലോകത്തിന് പകർത്തുന്നതിന് വേണ്ടിയാണ് ഗുരുദേവൻ തപസ്സിനായി പുറപ്പെട്ടത്. സ്വാമി, നമ്മുടെ തപോഗിരിയുടെ മഹാത്മ്യം, കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് തപോഗിരി നമുക്കറിയാൻ സാധിച്ചത്. ഇന്നും ഒട്ടനവധി ഭക്തർക്ക് തപോഗിരിയെ പറ്റിയോ ഗുരുദേവ തപസ്സിനെ പറ്റിയോ കാര്യങ്ങളെപ്പറ്റിയോ ഒന്നും അറിയില്ല. അപ്പോൾ തപോഗിരിയുടെ മഹാത്മ്യം സ്വാമി ഒന്ന് പറഞ്ഞു തരുമോ? തപോഗിരി എന്നത് തപസ് ചെയ്ത പുണ്യഭൂമിയാണെന്ന് നമുക്കറിയാം. ഈ മാനവലോകത്തിൻ്റെ സകല പാപഭാരങ്ങളെയും വഹിച്ചുകൊണ്ട് സമ്പൂർണ്ണ മോക്ഷം ആത്മലോകത്തിന് കൊടുക്കുന്നതിന് വേണ്ടിയാണ് താൻ തപസ് ചെയ്തത്. ഈ തപസ്സുകൊണ്ട് ഈ മല അഥവാ ഈ പുണ്യഭൂമി വളരെ അനുഗ്രഹപ്രദമായി നിൽക്കുകയാണ്. തപശക്തി ഇവിടെയും നിലനിൽക്കുന്നതിനാൽ ഇതിൻ്റെ പവിത്ര എന്ന് പറഞ്ഞാൽ മനുഷ്യജന്മങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏത് ദുരിതവും ഈ മല കയറി അഥവാ ഇരുമുടിക്കെട്ടുകളും അല്ലെങ്കിൽ പാപഭാരക്കെട്ടുകളുമായി മല കയറി ത്യാഗം അനുഭവിച്ച് വ്രതാനുഷ്ഠാനമെടുത്ത് മല കയറി ഇരുമുടിക്കെട്ടുകളുമായി ഇവിടെ പാദപത്മത്തിൽ സമർപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളെ ഭഗവാൻ ഒഴിവാക്കിയെടുക്കുകയും അവരെ ശുദ്ധീകരിച്ചെടുക്കുകയും അവരെ ദൈവത്വമുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു നല്ല അനുഭവമാണ്
ഗുരുമിത്രങ്ങൾക്കും ആത്മലോകത്തിനും ഭഗവാൻ ഇവിടെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എല്ലാ വർഷവും വൃശ്ചിക മാസം 1, 2, 3 ഇവിടുത്തെ തീർത്ഥാടനമാണ്. 1-ാം തീയതി മുതൽ ഓരോ ശാഖകളും ഭക്തജനങ്ങളും പ്രത്യേകിച്ച് വ്രതാനുഷ്ഠാനമായി ഇരുമുടിക്കെട്ടുകളുമേന്തി ഇവിടെ കടന്നു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അവർ തന്നെ ഇന്ന് ലോകത്തോട് അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. അങ്ങനെ വരുമ്പോൾ ഈ തപോഗിരി ഈ പുണ്യഭൂമിയിൽ ആര് സ്പർശിക്കുന്നു, ആര് വിശ്വാസികളായി വരുന്നു, ആര് ഗുരുവിനെ അറിഞ്ഞു വരുന്നു, ആര് ഗുരുവിനെ മഹത്വപ്പെടുത്തി വരുന്നു, അവരിലെല്ലാം ഭഗവാൻ ഈ തപസ് ചെയ്ത ഈ ദിവ്യശക്തിയുടെ അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെയും പരിഹരിച്ചെടുത്തുകൊണ്ട് ഈ മലയിൽ വെച്ച് അവരെ ശുദ്ധീകരിച്ച് വീണ്ടെടുക്കുന്നു. ഇത് ഇവിടെ കടന്നു വരുന്നവർക്കല്ലാതെ ഇവിടുന്ന് കടന്നു വരാത്ത ഒരാൾക്കും ഇതിനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇവിടെ കടന്നു വരുന്നവർ അനുഭവം കൊണ്ട് ഈ മല എന്താണെന്നും ഈ മലയിലെ വിശേഷം എന്താണെന്നും ഇവിടെ കടന്നു വന്നാലുള്ള ഗുണമെന്താണ് ഭവിക്കുന്നതെന്നും കടന്നു വരുന്ന ഓരോ ഭക്തർക്കും അത് മനസ്സിലാക്കുകയും അവർ അത് അനുഭവിച്ച് ആനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ കടന്നു വരാത്ത ആർക്കും അതിനെപ്പറ്റി തിരിച്ചറിയുവാൻ സാധ്യമല്ല. അത്ര അനുഭവത്താൽ നിലനിൽക്കുന്ന ആത്മാക്കൾ വീണ്ടും വീണ്ടും കടന്നു വരികയും ചെയ്യും. അങ്ങനെ ഇവിടെ വന്ന അനുഭവം തേടിയിട്ടുള്ളവരെല്ലാം ഓരോ വർഷവും വീണ്ടും വീണ്ടും അവർ ഗുരുപാദം തേടി ഗുരു തപസ് ചെയ്ത പുണ്യമല അവർ തേടി അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെ ആ പുണ്യമലയിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. ഇവിടെ വരുന്ന ഏവർക്കും ഗുരുദേവൻ്റെ ആ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട് എന്നുള്ളതും പരമാർത്ഥം തന്നെയാകുന്നു. സ്വാമി, ഭഗവാൻ ഈ തപസ്സിന് ശേഷം മല വിട്ടിറങ്ങി. അതിനുശേഷമാണ് നമ്മൾ ആത്മബോധ സംഘം രൂപീകരിക്കുന്നതും അതിനോടനുബന്ധിച്ചുള്ള മറ്റുള്ള ശാഖകൾ മറ്റ് ആശ്രമങ്ങളെല്ലാം രൂപീകരിച്ചതും അതിന് ശേഷമാണ്. പക്ഷേ ഭഗവാൻ എന്തുകൊണ്ടാണ് ഇന്ന പോലെ തപോഗിരി മലയിൽ തപസ് ചെയ്ത കാര്യവും മറ്റ് പട്ടുമല അതുപോലുള്ള മലകളിൽ തപസ് ചെയ്ത കാര്യവും ശിഷ്യന്മാരെയോ ഭക്തരെയോ അറിയിക്കാൻ എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, തപസ് ചെയ്ത് തന്നിൽ ഉദയമായ ജ്ഞാനശക്തിയാണ് ഭഗവാൻ മുൻതൂക്കമായി കണ്ടത്. അതിന് ഭഗവാന്റെ കാലശേഷമാണ് ഈ പറയപ്പെടുന്ന തപസ് ചെയ്ത സ്ഥലങ്ങളെല്ലാം ഗുരുദേവൻ തൻ്റെ ശിഷ്യ പരമ്പരകളിൽ പ്രേരണയായി തന്നെ വെളിപ്പെടുത്തിയതെന്നാണെന്ന് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാരണം തപസ് ചെയ്ത് കിട്ടിയതായ സർവ്വജ്ഞാനം, ഇതിനപ്പുറത്തൊരു ജ്ഞാനം ലോകത്തിലില്ല. ആത്മമോക്ഷം കൊടുക്കാൻ വേറൊരു ജ്ഞാനവുമില്ല. അപ്പോൾ ആ ജ്ഞാനമാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്. അത് തൻ്റെ ഭഗവാൻ ഗുരുദേവ തിരുവടികളുടെ കാലശേഷം തൻ്റെ ശിഷ്യന്മാർ കൂടി താൻ തപോഗിരിമല വെളിപ്പെടുത്തുകയും താൻ തപസ് ചെയ്ത സ്ഥലങ്ങളെയെല്ലാം വെളിപ്പെടുത്തി ശിഷ്യന്മാരിൽ വെളിപ്പെടുത്തി ആത്മലോകത്തിലേക്ക് അറിയിക്കുകയുമാണ് ഭഗവാൻ ചെയ്തത്. നമസ്കാരം. ആത്മപ്രകാശന യാത്ര ഇന്ന് കടന്നു വന്നെത്തിയിരിക്കുന്നത് തപോഗിരിയുടെ ആദ്യകാല പ്രവർത്തകനും അതോടൊപ്പം തന്നെ ആദ്യ ദീപം തെളിയിച്ചതുമായ തരുവേലിൽ കൊച്ചിരാമൻ പ്രവർത്തകൻ്റെ മകൻ്റെ ഭവനത്തിലാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഈ തപോഗിരി എത്ര വർഷക്കാലഘട്ടമായി നമ്മളുടെ ഈ തീർത്ഥാടനങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട്? തീർത്ഥാടന പരിപാടി ആരംഭിക്കുന്നത് 1965 65 അതിന് എൻ്റെ ഒരു ചരിത്രം 64 വൃശ്ചികത്തിൻ്റെ കറുത്തവാവിൻ്റെ തലേദിവസം, വൃശ്ചിക മാസത്തെ കറുത്തവാവിൻ്റെ തലേദിവസം നമ്മുടെ ചെങ്ങന്നൂർ, അപ്പോൾ അവിടുത്തെ ഒരു 3 ഭക്തന്മാർ, അതായത് ഒന്ന് ഒരു വെളുത്ത കുഞ്ഞ്, ഒന്ന് ശ്രീ അയ്യപ്പൻകുട്ടി തുടങ്ങിയ 2-3 ഭക്തന്മാർ വന്നിരുന്നു. അവർ വന്ന് അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇവിടെ വരും എന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നു. അതിന് പ്രകാരം ഇവിടുന്ന് അച്ഛനും നമ്മുടെ മരിച്ചുപോയ സ്വാമി കെ നാരായണൻ ഇവരൊക്കെ അന്ന് വൈകിട്ട് ഇവരെ പ്രതീക്ഷിച്ച് തപോഗിരിയിൽ കാത്തിരുന്നിരുന്നു. അവർ വന്നു, ഒന്ന് വൈകിട്ട് പ്രാർത്ഥനയൊക്കെ നടത്തി പിറ്റേ ദിവസം രാവിലെ തപോഗിരി മുകളിൽ പാറപ്പുറത്ത്
അവിടെ ഒരു വിളക്കുമൊക്കെ വെച്ച് ആരാധന നടത്തി അവർ മടങ്ങിപ്പോയി. പോകുന്നതിന് മുമ്പ് അവരൊരു കാര്യം പറഞ്ഞു, അടുത്ത വർഷം ഞങ്ങൾ പള്ളിക്കെട്ടുമായിട്ടായിരിക്കും വരുന്നത്. കാരണം ഇതൊരു വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറേണ്ട, ഇത് ഭഗവാൻ തപസ് ചെയ്ത പുണ്യസ്ഥലത്ത് ഇതൊരു മഹാതീർത്ഥാടന കേന്ദ്രമായിട്ട് മാറേണ്ടതാണ്. അതുകൊണ്ട് ഇവിടേക്ക് ഞങ്ങൾ അടുത്ത വർഷം പള്ളിക്കെട്ടുകളുമായിട്ടായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോയത്. അങ്ങനെയാണ് പിറ്റേ വർഷം, അതായത് 1965 അന്ന് നമ്മുടെ അയ്യപ്പൻകുട്ടി വിടത്തകുഞ്ഞ് ഭക്തൻ, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക നാമധേയം സുകുമാരൻ എന്നാണ്. പിന്നീട് അദ്ദേഹം സന്യാസം സ്വീകരിച്ചു. സമാധി സന്നിധാനത്തിൽ സന്യാസിയായിട്ട് ജീവിതാവസാനം വരെ സമാധി സന്നിധാനത്താണ് കഴിഞ്ഞുകൂടിയത്. അതോടൊപ്പം തന്നെ PK രാമചന്ദ്രദാസ്, ഇവർ 3 പേരും പള്ളിക്കെട്ടുകളുമായും കൂടെ രാമചന്ദ്രദാസ് സാർ, അദ്ദേഹം പഴയ MLA ആയിരുന്നു, കേട്ടിട്ടുണ്ടാവും. PK രാമചന്ദ്രദാസ് നല്ല പ്രഭാഷകനായിരുന്നു. ഭഗവാനെക്കുറിച്ച് ദീർഘനേരം മണിക്കൂറുകളോളം പ്രസംഗിക്കാൻ അന്ന് കഴിവുള്ള ഒരു വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇവർ തപോഗിരിയിൽ വൃശ്ചിക മാസത്തെ കർത്താവിന് തലേ ദിവസം തപോഗിരിയിലെത്തി. ആ പാറപ്പുറത്ത് ഈ 3 പള്ളിക്കെട്ടുകൾ അവിടെ താത്തു വെച്ചു. എന്നിട്ട് രാത്രി മുഴുവനും, അന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പും കാറ്റും ഒക്കെയുള്ള ഇതിനേക്കാൾ കൂടുതൽ വളരെ മോശമായ കാലാവസ്ഥയാണ്, അതികഠിനമായ തണുപ്പ്. ഒന്ന് നേരം വെളുക്കുന്നവരെ കീർത്തനങ്ങളൊക്കെ പാടി ഇരുന്നു. നേരം വെളുത്ത് അവർ നേരെ കരിന്തിരി ആറ്റിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഈ പള്ളിക്കെട്ടുകളുമായിട്ട് ഏറ്റവും മുകളിലുള്ള ആ പാറപ്പുറത്ത് പള്ളിക്കെട്ട് സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തി അവർ അടുത്ത വർഷവും ഞങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് പോയി. അതാണ് ആദ്യത്തെ തീർത്ഥാടനം എന്ന് പറയുന്നത്. അടുത്ത വർഷം ആ സംഘത്തിൽ ഒരു 13ഓളം പേരുണ്ടായിരുന്നു. 7 പള്ളിക്കെട്ടുകളുമുണ്ടായിരുന്നു. അപ്പം 1-2 വർഷങ്ങളിൽ 1965, 66 കാലഘട്ടങ്ങളിലാണ് അങ്ങനെ തുടർന്ന് ഇങ്ങോട്ട് ഈ പള്ളിക്കെട്ടുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നു, തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു വന്നു. പിന്നീട് ഒരു ഘട്ടം എത്തിയപ്പോൾ സംഘം ഇത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്, ഈ തീർത്ഥാടനം. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒത്തിരി വിവാദങ്ങളുണ്ടായി. ഇപ്പോൾ വൃശ്ചികവാവിൻ്റെ അന്ന് തന്നെ ഈ തീർത്ഥാടനം നടത്തുന്നത് ഉചിതമാണോ, അനുചിതമല്ലേ? ഭഗവാന്റെ കൽപ്പന അന്ന് തീർത്ഥാടനം നടത്തുക എന്നുള്ളതായിരുന്നില്ലല്ലോ. അപ്പോൾ അന്ന് തീർത്ഥാടനം നടത്തി അന്ന് ഇവർക്ക് വിഭവസമൃദ്ധമായ സദ്യയൊക്കെ ഒരുക്കി അങ്ങനെ ആഘോഷിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള ചർച്ചയും ആ കൂടെ ഉണ്ടായി. പിന്നീട് സംഘം അത് തിരുത്തി ഇപ്പോൾ നമ്മൾ വൃശ്ചിക 1 തീർത്ഥാടനമാക്കി മാറ്റിയിട്ടുണ്ട്. സംഘം അതിൻ്റെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ച് ഇപ്പം വൃശ്ചിക 1 തീർത്ഥാടനമാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് ആരംഭിക്കുന്നത് ഏതെങ്കിലും സംഘത്തിൻ്റെ അല്ലെങ്കിൽ ആത്മബോധോദയ സംഘത്തിൻ്റെ ഔദ്യോഗികമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ തീർത്ഥാടന പരിപാടി ആരംഭിക്കുന്നത്. ഇതിന് മറ്റൊരു ചരിത്രം കൂടി ഉണ്ട്. ഈ പാണ്ഡവൻ പാറയിൽ നിന്ന് ഉള്ള ഭക്തർ ആദ്യമായി തീർത്ഥാടനത്തിലെത്തി എന്നുള്ള അതിന് അനുബന്ധമായ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് തപോഗിരിയുടെ അല്ലെങ്കിൽ തപോഗിരി ഭഗവാൻ തപസ് ചെയ്ത സ്ഥലമാണെന്ന് തെളിയിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഭഗവാന്റെ തപസ്സിനെക്കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ ശിഷ്യ പരമ്പരകളോട് പറഞ്ഞിട്ടുണ്ട്, തപോഗിരിയിൽ നിന്ന് ഞാൻ തപസ് പൂർത്തിയാക്കി 1090 കൊല്ലവർഷം 1090 വൃശ്ചിക 1 തപസ് പൂർത്തിയാക്കി ഞാൻ മല വിട്ടിറങ്ങി, അല്ലെങ്കിൽ തപസ് പൂർത്തിയാക്കി ഞാൻ ഈ ആത്മബോധോദയം എന്ന കർമ്മപദ്ധതിയുമായിട്ട് ലോകരക്ഷാർത്ഥം ഞാൻ ഇറങ്ങിത്തിരിച്ചു എന്ന് ഭഗവാൻ പല സന്ദർഭങ്ങളിലായിട്ട് ശിഷ്യഗണങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ തപോഗിരി എവിടെയാണ്? തപസ് ചെയ്ത സ്ഥലം എവിടെയാണ് ഭഗവാന്റെ ഈ തപസ്സിൻ്റെ അവസാന കാലം കഴിച്ചു കൂട്ടിയത്? അല്ലെങ്കിൽ അവസാന കാലത്തെ ഏകാഗ്രമായി അവസാനം ഭഗവാൻ തന്നെ രേഖപ്പെടുത്തിയതനുസരിച്ച് അവസാനം 2 വർഷവും 11 മാസവും 22 ദിവസവും ആണ് അവസാന കാലഘട്ടത്തിലെ ഏറ്റവും തീവ്രമായിട്ടുള്ള ആ തപശ്ചര്യ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സ്ഥലം എവിടെ എന്നുള്ളതിനെ സംബന്ധിച്ച് ഭക്തസമൂഹത്തിന് വലിയ നിശ്ചയമുണ്ടായിരുന്നില്ല. എന്നാൽ അതിനെ സംബന്ധിച്ച് ധാരാളം കഥകളും പലരുടെ അനുഭവത്തിൽ നിന്ന് അവരുടെ ചില വിവരണങ്ങളുമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കൃത്യമായി ഇന്ന സ്ഥലത്താണ് ഭഗവാൻ അവസാന തപസ് പൂർത്തീകരിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്നത്തെ ശിഷ്യന്മാർക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നില്ല. എന്നാൽ ഭഗവാന് ഏതാണ്ട് മാതാവിൻ്റെ കടന്നുപോക്കിന് ശേഷം 12ാമത്തെ വയസ്സിലാണ് ഭഗവാന്റെ മാതാവ് കടന്നു പോകുന്നത്. അതിനുശേഷം വലിയ അനാഥത്വമാണ് ഭഗവാന്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിരുന്നത്. അതിപ്പം നമ്മുടെ അച്യുതൻ സാറിൻ്റെ ചരിത്ര പുസ്തകത്തിൽ നിന്നും അത് മുൻപ് ഉണ്ടായിരുന്ന ഭഗവാന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ അനാഥത്വം ഒരു ഭാഗത്ത്, മറ്റൊന്ന് 7ാം തിരുവയസ്സിൽ, അതായത് 1064 വൃശ്ചികം 3-ാം തീയതി തന്നിൽ കാണപ്പെട്ട അല്ലെങ്കിൽ ആ ദിവ്യദർശനം അനുഭവപ്പെട്ട ആ ദിവ്യദർശനത്തിൻ്റെ പൊരുൾ തേടിയുള്ള അന്വേഷണം, അതിൻ്റെ ഒരു തുടക്കത്തിനുള്ള ഒരു കാരണമായി കൂടി മാതാവിൻ്റെ വേർപാട് മാറി. കാരണം മറ്റ് ബന്ധനങ്ങളോ ഒന്നുമില്ലാതെ തൻ്റെ ഉള്ളിലെ അന്വേഷണം, അതായത് എന്തിനു വേണ്ടിയാണ് തൻ്റെ ജീവിത ലക്ഷ്യം, എന്താണ് തൻ്റെ ജീവിത ലക്ഷ്യം, അതിലേക്കുള്ള യാത്ര തുടരുന്നതിന് ഭഗവാനെന്ന് കാരണമായി തീരുന്ന ഈ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനമാണ്. മാതാവിൻ്റെ വേർപാടോടുകൂടി പിന്നെ വീട് വിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. ദിവ്യദർശനത്തിൻ്റെ പൊരുൾ തേടിയുള്ള യാത്രയായിരുന്നു പിന്നീട്. എന്തായിരുന്നു ഈ ദിവ്യദർശനം? അത് അർത്ഥമാക്കിയിരുന്നത് തൻ്റെ ജീവിത ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിന് കൃത്യമായ ഒരു മാർഗദർശനം കൂടിയായിരുന്നു ഈ ദിവ്യദർശനം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഈ പൊരുൾ തേടിയുള്ള അന്വേഷണമാണ് പിന്നീടുള്ള ഏതാണ്ട് 20 വയസ്സ് വരെയുള്ള ജീവിത കാലഘട്ടത്തിൽ. ചേർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദിവ്യദർശനം ഭഗവാന്റെ ഉള്ളിൽ ഇതിൻ്റെ പൊരുൾ എന്താണ്, ഇതിൻ്റെ അർത്ഥം എന്താണ്, എന്തുകൊണ്ടാണ് ഈ കാഴ്ചകളൊക്കെ തൻ്റെ ഉള്ളിൽ നേരിട്ട് ഈ കാഴ്ചകൾ കാണുന്നത് പോലെയുള്ള അനുഭവത്തിൽ കൂടി ഈ ദിവ്യദർശനം ഭഗവാന് അനുഭവപ്പെട്ടത്. അതിനപ്പുറം അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലവും ഭഗവാൻ വളരെയധികം സ്വാധീനിച്ചിരുന്നു. ഒരു ആത്മീയ കർമ്മപദ്ധതിക്കായിട്ടുള്ള അന്വേഷണത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് അന്നത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലവും ഭഗവാൻ വളരെയധികം ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ഇന്ന് ആലോചിക്കാൻ പോലും കഴിയുന്നതിനപ്പുറം ആയിരുന്നു അന്നത്തെ ഒരു സാമൂഹ്യ പരിതസ്ഥിതി. ഇന്നത്തെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ വെച്ച് ജാതി സമ്പ്രദായത്തിൻ്റെ ഏറ്റവും നിന്ദ്യമായ ഒരു പരിതസ്ഥിതിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. വഴിയെ നടക്കാൻ സ്വാതന്ത്ര്യമില്ല. അതോടൊപ്പം തന്നെ നല്ല വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമില്ല. വസ്ത്രം വാങ്ങാനുള്ള അതിനുള്ള ഭൗതിക
സാഹചര്യമില്ല. അത് മറ്റൊരു വസ്തുത. ഒരു നല്ല പേരിടാൻ ഉള്ള അവകാശമില്ല. നല്ല ഭാഷ സംസാരിക്കാൻ പറ്റില്ല. ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ വഴിയെ നടക്കുക എന്ന് പറഞ്ഞാൽ തീണ്ടൽ എന്ന് പറയുന്നത് തീണ്ടുക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ തൊട്ടാൽ അശുദ്ധമാണ്. അതാണ് തീണ്ടൽ. പക്ഷേ കാണാൻ പോലും പാടില്ല. ദൃഷ്ടിയിൽ, അതായത് ഉയർന്ന ജാതിക്കാർ പോകുന്ന സ്ഥലത്ത് അവരുടെ ദൃഷ്ടിയിൽ പെടാത്ത രീതിയിൽ മാറി നിൽക്കണം നമ്മുടെ. അതായത് പിന്നെ പറയരും പുലയരും കുറവരും തുടങ്ങിയ കീഴാളവർഗം അവരുടെ ദൃഷ്ടിയിൽ പോലും പെടാൻ പാടില്ല. ഇതിനൊക്കെ ദൈവികമായി പരിവേഷം ചാർത്തിക്കൊണ്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ അന്ന് നിലനിന്നിരുന്നു. ഇതിനൊരു മാറ്റം ഉണ്ടാകണം എന്ന് ഭഗവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ദൃഢനിശ്ചയം ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൂടി തൻ്റെ ഈ ദിവ്യദർശനത്തിൻ്റെ പൊരുൾ തേടിയുള്ള യാത്രയും തൻ്റെ ജീവിത ലക്ഷ്യവും ഇത് രണ്ടും ഇഴചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് പിന്നീടുള്ള ഭഗവാന്റെ ജീവിതത്തിൽ നന്നായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ കാണാവുന്നതാണ്. മറ്റൊന്ന്, ഇന്ന് എല്ലാവർക്കും ഏത് മതവിശ്വാസം സ്വീകരിക്കുന്നതിനും ഏത് ആരാധനാലയങ്ങളിൽ പോയി തങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ആരാധന നടത്തുന്നതിനുമൊക്കെ നിയമപരമായിട്ടുള്ള അവകാശമുണ്ട്. അക്കാലത്ത് അതുണ്ടായിരുന്നില്ല. ക്ഷേത്രപ്രവേശന വിളംബരം 1936 ഉണ്ടായത്. ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായതിന് ശേഷവും അവർണർക്ക് ക്ഷേത്രങ്ങൾ പ്രവേശനത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല. പിന്നീട് നാളുകൾക്ക് ശേഷമാണ് ക്ഷേത്രങ്ങളിലൊക്കെ പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അത് ചരിത്രം. ഈ ഭഗവാന്റെ ഈ ബാല്യകാലത്ത് ക്ഷേത്രങ്ങളിൽ പ്രവേശനം നിഷിദ്ധമായിരുന്നു. എന്നാൽ ചില സ്ഥലങ്ങളിൽ അതിനുള്ള അനുവാദം ലഭിച്ചിരുന്നു എന്നും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും അവർണർക്ക് പ്രവേശനമില്ലായിരുന്നു. അവർണർക്ക് ജാതീയമായ എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തലുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സർവ്വ അനാചാരങ്ങൾക്കും വിധേയമായിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഒരു ആത്മീയ കർമ്മ പദ്ധതിയിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് ഭഗവാൻ ഉറച്ചു വിശ്വസിക്കുകയും അതിനുവേണ്ടി ഉള്ള ഒരു ആത്മീയ കർമ്മ പദ്ധതിയുടെ അന്വേഷണവുമായി പിന്നീടുള്ള ജീവിതം. ഈ ആത്മീയ പദ്ധതി എന്ന് പറയുമ്പോൾ അന്നൊരു നവോത്ഥാനം, അതായത് ആളുകളെ വിദ്യാഭ്യാസത്തിലൂടെ ബോധവൽക്കരിച്ച് ജാതീയതയ്ക്കെതിരായി ഒരു വലിയ അവബോധം സൃഷ്ടിച്ച് അവരെ ഉയർന്ന ചിന്താഗതിയിലൂടെ കൊണ്ടുവന്ന് ജാതിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ സമഭാവനയിലൂടെ എല്ലാവരെയും കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ അന്ന് കഴിയുമായിരുന്നില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അന്ന് ധാരാളം ഈ നവോത്ഥാന നായകന്മാരുണ്ടായിരുന്നു. പക്ഷേ ഈ ജാതിക്കെതിരായിട്ട് അത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അന്ന് ജാതീയത എന്ന് പറയുന്നത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിരുന്നു. ചാതുർവർണ്ണയത്തിൻ്റെ ഒരു ഭാഗമായിരുന്നത്. അപ്പോൾ ദൈവികമാണ് ഈ ജാതി സംബന്ധമായ വിവേചനം ദൈവികമാണ്, ദൈവനിശ്ചയമാണ്. അതുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ ആത്മീയ കർമ്മപദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ജാതീയതയ്ക്കെതിരെ അന്നത്തെ സമൂഹത്തിൽ നിന്ന എല്ലാത്തരം അനാചാരങ്ങളുടെയും ഉറവിടം ഈ ജാതീയതയാണ്, ജാതി വ്യവസ്ഥയാണ്. അതുകൊണ്ട് ഈ ജാതി വ്യവസ്ഥയിൽ ഊന്നിയുള്ള ഈ സാമൂഹിക ക്രമത്തിന് മാറ്റം വന്നേ തീരൂ എന്ന് ഭഗവാൻ ഉറച്ചു വിശ്വസിക്കുകയും അതിനുതകുന്ന ആത്മീയ കർമ്മ പദ്ധതി രൂപപ്പെടുത്തണമെന്നും അതാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്നും എന്നും കരുതി ഉറച്ചു വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണവും ജീവിതമായിരുന്നു പിന്നീട്. അങ്ങനെയാണ് 21ാമത്തെ വയസ്സിൽ ഇതിൻ്റെ അന്വേഷണം, ഇതിന് എന്തായാലും ഒരു ഉത്തരം കണ്ടേ മതിയാവൂ എന്നുള്ള ദൃഢനിശ്ചയത്തിൻ്റെ
അടിസ്ഥാനത്തിൽ തപസ്സിനായി പുറപ്പെടുന്നത് 21ാമത്തെ വയസ്സിൽ. അന്ന് ചുരുക്കം ചില സ്ഥലങ്ങളിൽ എസ്റ്റേറ്റുകൾ, അതായത് തേയില തോട്ടങ്ങളുടെ പിന്നെ പ്ലാന്റേഷൻ നടക്കുന്നുള്ളൂ. ചില സ്ഥലങ്ങളിൽ ഇപ്പം കരിന്തിരിവി, ഹിൽബറിയ തുടങ്ങിയ എസ്റ്റേറ്റുകളിൽ ഏതാണ്ട് ഒരു പകുതി പ്ലാന്റേഷൻ നടന്നിട്ടുണ്ട്. ചീന്തലാറിലും പകുതിയോളം നടന്നിട്ടുണ്ട്. ചെമ്മണ്ണ് അങ്ങനെ ഭാഗികമായിട്ട് എസ്റ്റേറ്റിൽ തേയില കൃഷിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നേ ഉള്ളൂ. ചിലയിടത്ത് നന്നായി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഭഗവാൻ ആദ്യം എത്തുന്നത് പട്ടുമലയിലാണ്. പട്ടുമലയിൽ എത്തുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം അന്ന് ബന്ധുക്കളുണ്ടായിരുന്നു, കുടുംബ ബന്ധുക്കൾ പട്ടുമലയിലുണ്ടായിരുന്നു. അവിടെ വന്ന് കുറച്ച് നാളവിടെ താമസിച്ചു. അവിടെ ലയങ്ങളിൽ അന്നത്തെ തൊഴിലാളികളുമായിട്ട് ഇടപഴകി അവരെ പലതരത്തിലുള്ള സാരോപദേശങ്ങളും നൽകി. ഈ യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ ജീവിതം നയിച്ചിരുന്ന ആളുകൾക്ക് അവർക്ക് പുതിയൊരു ഉണർവ് നൽകാൻ, ഒരു ജീവിത അവബോധം നൽകാൻ ഭഗവാൻ ശ്രമിച്ചു. അങ്ങനെ അവിടെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ഉള്ള ഭഗവാന്റെ ഉള്ളിൽ മറ്റൊരു ലക്ഷ്യമുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പം ഈ മാനവ ലോകത്തിൻ്റെ അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളുടെ മോചനത്തിനായി കൃത്യമായ ഒരു ആത്മീയ കർമ്മ പദ്ധതിക്ക് രൂപം കൊടുക്കണം. ആ ആത്മീയ കർമ്മ പദ്ധതി എന്ന് പറയുന്നത് അത് പൂർണ്ണമായിരിക്കണം. അതിനപ്പുറമായിട്ട് പിന്നെ ഒന്നില്ല. ഏറ്റവും പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭഗവാൻ തന്നെ വിശേഷിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്യന്തം എന്നൊക്കെ പറയുമല്ലോ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഏറ്റവും പരിപൂർണമായ അവസ്ഥയിലുള്ള ഒരു ആത്മീയ കർമ്മ പദ്ധതിക്ക് രൂപം കൊടുക്കണം. അതിൻ്റെ അന്വേഷണം. അങ്ങനെയാണ് ഭഗവാൻ അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഒക്കെ യാത്ര ചെയ്ത് അവസാനമാണ് അമ്പലപ്പാറ മലയിലെത്തുന്നത്. ഇപ്പോൾ നമ്മുടെ ചരിത്രകാരന്മാർ തന്നെ 9 മലകളോളം ഇങ്ങനെ സഞ്ചരിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എന്തായാലും ഭഗവാൻ തപസ് പൂർത്തീകരിക്കുന്നത് അമ്പലപ്പാറ മലയിലാണ്. തപസ്സിൻ്റെ അവസാന വർഷങ്ങൾ, അതായത് 2 വർഷവും 11 മാസവും 22 ദിവസവും. അത് ഭഗവാൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായിട്ട്, ഭഗവാന്റെ കൈപ്പടയിൽ തന്നെ. അതിൻ്റെ തീയതിയെ സംബന്ധിച്ച് മാത്രമേ തർക്കമുള്ളൂ. ഇപ്പോൾ അങ്ങനെ അതൊരു ചെറിയൊരു തർക്കം ആയിട്ട് നിലനിൽക്കുന്നു. പക്ഷേ അന്ന് ഭഗവാൻ പറഞ്ഞത്, ശിഷ്യരോട് പറഞ്ഞത്, എൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞത് 1090 വൃശ്ചിക 1 ഞാൻ തപസ് പൂർത്തീകരിച്ചുകൊണ്ട് ആത്മബോധത എന്ന കലിയുഗ മോക്ഷവ്യവസ്ഥയുമായി ഞാൻ മലയിറങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. മലയിറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത് ഹൈ റേഞ്ച് ഇറങ്ങി പോന്നു എന്നുള്ള അർത്ഥത്തിൽ ആണ് പറഞ്ഞത്. അന്നത്തെ ആളുകളെല്ലാം പറഞ്ഞിട്ട് തപസ് പൂർത്തീകരിച്ചത് 1090 വൃശ്ചികം 1 എന്നുള്ള തീയതിക്ക് അന്നത്തെ പഴയകാല ഭക്തന്മാർക്കാർക്കും സംശയമില്ലായിരുന്നു. ഇപ്പോൾ 12 വർഷത്തെ തപസ്, അപ്പം 12 വർഷമാണ് തപസ്. ആ 12 വർഷത്തെ തപശ്ചര്യയുടെ പൂർത്തീകരണമാണ് അമ്പലപ്പാറ തപോഗിരി മലയിൽ അവസാന 2 വർഷവും 11 മാസവും 22 ദിവസവും. അത് ഭഗവാൻ തന്നെ ഈ അവസാന കാലത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഒരു സംശയമുള്ളത്, ഭഗവാന്റെ സമാധിക്ക് മുമ്പ് ഈ തപസ് ചെയ്ത സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ഭഗവാൻ എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ളതാണ്. അതിനും കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ അന്നത്തെ കാലഘട്ടത്തിൽ ഈ സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ റവന്യൂ ഭൂമിയായിട്ട്, അതായത് ഈ ആരുടെയും ഉടമസ്ഥതയിലുള്ള ഭൂമിയായിരുന്നില്ല ആ സ്ഥലമൊക്കെ. നമ്മുടെ ഇന്നത്തെ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഭഗവാൻ ഈ സ്ഥലത്തും ഒരു പുണ്യഭൂമിയായിട്ടൊന്നും കണ്ടുകൊണ്ടല്ല. ഭഗവാൻ അനുയോജ്യമായിട്ട് ഏകാന്തമായിട്ട് ധ്യാനനിരതനായിട്ട് ഈ തപശ്ചര്യയിൽ കഴിഞ്ഞുകൂടുവാനായിട്ട് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നിയ ഒരു സ്ഥലം കണ്ടെത്തി എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഒരു പ്രാധാന്യം ഭഗവാൻ കൊടുത്തില്ല. ഭഗവാന്റെ ജീവിതലക്ഷ്യം വേറെയാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാരോടത് വെളിപ്പെടുത്താഞ്ഞത്. ഇന്ന് പലരും ചോദിക്കും എന്തുകൊണ്ട് വെളിപ്പെടുത്തിയില്ല എന്ന് ചോദിക്കുന്നു. ഭഗവാൻ
അപ്പം നമ്മളാണിത് ഭഗവാൻ അവിടെ തപസ് ചെയ്ത പുണ്യഭൂമിയായിട്ട് നമ്മൾ കരുതുന്നെങ്കിൽ ഭഗവാൻ അത്രമാത്രം ഒന്നും കരുതിയില്ല. ജനിച്ച ഭൂമി, നമ്മളിന്ന് ജന്മഭൂമി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ വലിയൊരു ജന്മഭൂമി, ഭഗവാൻ ജനിച്ച സ്ഥലം, ഭഗവാനെ അങ്ങ് പിറന്ന പുണ്യഭൂമിയാണല്ലോ എന്നുള്ളൊരു ഭക്തിയുടെ ഒരു വികാരം നമ്മളിലുണ്ടാവും അല്ലേ. ഭഗവാനെ സംബന്ധിച്ച് അത് ജനിച്ച ഒരു സ്ഥലം, അതിൽ കൂടുതൽ ഭഗവാൻ അതിന് പ്രാധാന്യം കണ്ടില്ല. അതുപോലെ തന്നെയാണ് തപോഗിരിയും. അപ്പോൾ അന്ന് തപസ് ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ ഒരു ഭഗവാന് സഹായികൾ, അതായത് പിന്നെ ഈ 2 വർഷവും 11 മാസവും 22 ദിവസവും ഭക്ഷണവും ജലപാനം പോലും ഇല്ലാത്ത ഉഗ്ര തപസ്, പണ്ട് നമ്മൾ ഈ പുരാണങ്ങളിലൊക്കെ പറഞ്ഞ പോലെ ഉള്ള തപസ്സൊന്നും ആയിരുന്നില്ല. അതൊക്കെ പിന്നെ വിശപ്പടക്കാനായിട്ട് ചിലപ്പോൾ പിന്നെ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ താഴെ ഇറങ്ങി കരിന്തിരി ആറ്റിലും കൈതപ്പതാൽ തോട്ടിലും ഒക്കെ വന്നു കഴിഞ്ഞ് ഇവിടെ കുളിയും കഴിഞ്ഞ് ആ വെള്ളം കഴിച്ചുകൊണ്ട് വീണ്ടും മലയിൽ പോയി ധ്യാനനിരതനായിട്ടിരുന്നിട്ടുണ്ട്. അന്ന് ആ സമീപ പ്രദേശങ്ങളിലുള്ള നമ്മുടെ പിന്നെ ഇരവി മൂപ്പൻ എന്ന് പറയുന്ന ഒരാളവിടെ പണ്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പുതുക്കട 2ാം ഡിവിഷനിലുള്ള കിട്ടം മൂപ്പൻ, പിന്നെ ഭഗവാനെ അറിയാവുന്ന ധാരാളം ആളുകൾ, പഴയ ആളുകളുണ്ടായിരുന്നു. ഭഗവാൻ ഇങ്ങനൊരു ദിവ്യ പുരുഷൻ ഇവിടെ ഉണ്ട് എന്നറിയാവുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഭഗവാന് ഇടയ്ക്ക് ഇറങ്ങി വരും, ഭക്ഷണം നൽകിയതായിട്ടുമൊക്കെ അന്നത്തെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഭഗവാന്റെ ഈ ലക്ഷ്യം, തപസ്സിൻ്റെ ഈ ലക്ഷ്യം, അതിനെക്കുറിച്ച് ഒന്നും വ്യക്തമായ ഒരു ധാരണ അന്നില്ലായിരുന്നു. അങ്ങനെ ആണ് ഭഗവാൻ ഈ തപസ് പൂർത്തീകരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തപസ് ഇന്ന സ്ഥലത്താണ് ചെയ്തിരുന്നത് എന്ന് സ്പെസിഫിക്കായിട്ട് അന്നത്തെ ആളുകൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞുമില്ല. അപ്പം അതിന് തിരഞ്ഞെടുക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാവുന്ന ഒരു മുനിയറ ഇപ്പോഴും ഉണ്ട് അല്ലേ. എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊരു ഓർമ്മ, ഒരു 61 കാലഘട്ടം തൊട്ട് ഞാനവിടെ ഏതാണ്ടൊരു 4-5 വയസ്സ് തൊട്ട് ഞാനവിടെ തപോഗിരിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ മുനിയറ എന്ന് പറയുന്നത് 4 സൈഡിലും ഇങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ ഒരാൾ താഴ്ചയിൽ ഇങ്ങനെ കല്ലുകൊണ്ടുള്ള ഒരു ചതുരം പോലെ, അതിൻ്റെ മുകളിൽ ഈ കല്ല് ഇങ്ങനെ മൂടിയിരിക്കാൻ, ഒറ്റ കല്ലിങ്ങനെ മൂടിയിരിക്കുകയായിരുന്നു. അതൊക്കെ പിന്നീട് ആളുകളിങ്ങനെ അശ്രദ്ധമായിട്ട് ചെന്ന് അത് പൊട്ടിക്കുമോ എങ്ങനെയൊക്കെ ആണെങ്കിൽ അത്, അപ്പോൾ അതിനകത്ത് ഒരാൾക്ക് കൃത്യമായിട്ട് അതിനകത്ത് കയറിയിരിക്കാം. 1 2 പേർക്ക്, ഒരു 4-5 പേർക്ക് അതിനകത്ത് കയറിയിരിക്കാം. പിന്നെ ഉയർന്ന ഒരു സ്ഥലമായിരുന്നു അല്ലേ, നല്ല ഒരു നമ്മുടെ പ്രകൃതിയുടെ എല്ലാ കോണുകളിലേക്കും നോക്കാൻ കഴിയുന്ന, ദർശനം ലഭിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പം അങ്ങനെ 1990 വൃശ്ചിക 1 ആത്മബോധോദയം എന്ന കർമ്മ പദ്ധതിക്ക് തൻ്റെ ഹൃദയത്തിൽ പൂർണ്ണമായ രൂപം നൽകിക്കൊണ്ടാണ് തപസ് പൂർത്തീകരിച്ച് മലവിട്ട് ഇറങ്ങുന്നത്. ആത്മപ്രകാശനം യാത്ര. ഇപ്പോൾ നമ്മൾ സ്വാമിജിയോടൊപ്പം തപോഗിരിയെക്കുറിച്ചുള്ള കാര്യങ്ങളെപ്പറ്റി അറിയുകയുണ്ടായി. അതുപോലെ തന്നെ ഉത്തമൻ സാറുമായി നമുക്ക് തപോഗിരിയുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയുണ്ടായി. എങ്ങനെയാണ് തപോഗിരി ആദ്യം നമ്മൾ കണ്ടെത്തിയത്, എങ്ങനെയാണ് തപോഗിരിയുടെ മഹാത്മ്യം നമുക്ക് അറിയാൻ സാധിച്ചത് എന്നതിനെപ്പറ്റി ഒക്കെ നമ്മുടെ സ്വാമിജിയും അതുപോലെ തന്നെ ഉത്തമൻ സാറും നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പുതിയ പുതിയ ആശ്രമങ്ങളുടെയും അതുപോലെ തന്നെ ആശ്രമ ചരിത്രങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും 1000 ഓണാശംസ.